Good morning everyone. All are welcome to my channel. Today I am going to introduce a special fruit, that is tree tomato. It is also known as tamarillo. Tree tomato. It is an egg-shaped fruit that grows on a fast-growing trees. This fruit can be eaten, but it is bitter taste. So it's often scooped out with a spoon, revealing a juicy pulp. Tree tomatoes are rich in vitamins, antioxidants, and minerals. It can be available in various colors like red, yellow, orange, gold and purple. Its taste is bitter, but the flesh is juicy and has a unique tangy sweet flavor, sometimes described as a mix of tomato, passion fruit and kiwi. Then it has many nutritional value and health benefits. It can be eaten raw, but often peeled and scooped out. It is also used in juices, salads, chutneys, sauces and desserts. Already said that it has many health benefits. Tree tomato offers various health benefits due to its rich content of vitamins, minerals and antioxidants. Its high potassium content helps regulate blood pressure, while antioxidants may reduce the risk of cardiovascular diseases. Its high fiber content promotes good digestive health and helps prevent constipation. Rich in vitamin C, strengthens the immune system and helps protect against infections. Abundant in vitamin A, it supports eye health and may help prevent conditions like night blindness. Its antioxidants and vitamins contribute to anti-aging effects by fighting oxidative stress and promoting skin regeneration. This fruit is believed to be helpful in treating and managing diabetes. Antioxidants help fight cell damage, reducing oxidative stress and potentially lowering the risk of certain cancers. It also aids in weight management and contains minerals like calcium, iron and phosphorus. In Malayalam, മലയാളത്തിൽ പറഞ്ഞാൽ ഇതിനെ മരത്തക്കാളി എന്നാണ് പറയുന്നത്. മരത്തക്കാളി. ഓക്കെ. മരത്തക്കാളി എന്നാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. ശീമക്കത്തിരി എന്നും പറയാറുണ്ട്. ഇത് മുട്ടയുടെ ആകൃതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് മുട്ടയുടെ ആകൃതിയിലുള്ള ഒരു ഷേപ്പാണ്. അതായത് ഓവൽ ആകൃതിയാണ്, ഓവൽ ഷേപ്പ്. പഴുത്ത പഴം നമുക്ക് അതുപോലെയും അല്ലെങ്കിൽ സാലഡുകളിലും സോസുകളിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ധാരാളം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻറ്റും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ മരങ്ങൾക്ക്, അതായത് ട്രീ ടൊമാറ്റോ, അതായത് മരത്തക്കാളിക്ക് നല്ല സൂര്യപ്രകാശവും കാറ്റിൽ നിന്ന് സംരക്ഷണവും ആവശ്യമാണ്. നമ്മുടെ മൂന്നാറിലെ ഇടുക്കി കാന്തല്ലൂരിലെ പെരുമല, കീഴാന്തൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് ഈ മരത്തക്കാളി വിളയുന്നത്. ഇപ്പം വൈകി എത്തുന്ന മഴയിൽ ഹരിതാഭമായി തീർന്ന തോട്ടങ്ങളിൽ ചുവന്നു തൊടുത്ത പഴങ്ങൾ വിളഞ്ഞു കിടക്കുന്നത് കാണാൻ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കാലാവസ്ഥ വ്യതിയാനം വിളവ് കുറയാൻ കാരണമാകുന്നു.
അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റുകളിൽ, ഞാൻ ഇതുവരെയും മാർക്കറ്റുകളിൽ കണ്ടിട്ടില്ല. എനിക്കിത് കിട്ടിയത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് മൂന്നാർ പോയി വിസിറ്റിന് പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്കും ഇത് കിട്ടിയത്. ഞാനത് ഇവിടുത്തെ ഒരു വെജിറ്റബിൾ ഷോപ്പിലും അല്ലെങ്കിൽ ഫ്രൂട്ട് ഷോപ്പിലൊന്നും ഇതിനെ കണ്ടിട്ടേ ഇല്ല, ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ പുതിയതായിട്ട് പരിചയപ്പെട്ട ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇവർക്ക് മൂന്നാർ, കാന്തല്ലൂർ, മറയൂർ, അപ്പോൾ ഇവിടെയൊക്കെ പോകുന്നവർക്ക്, വിനോദസഞ്ചാരികൾക്കാണ് അവിടെ നിന്ന് ആ തോട്ടങ്ങളിൽ നിന്നാണ് അവർക്ക് വാങ്ങാൻ ലഭ്യമാകുന്നത്. ഇതിന് മാർക്കറ്റിൽ വലിയ ഡിമാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ നിന്നും കിട്ടാറില്ല. അവരെല്ലാം വിദേശ രാജ്യങ്ങളിലോട്ട് കയറ്റി അയക്കുകയാണ് പതിവ്. അപ്പോൾ ഇതിൻ്റെ അകഭാഗം നോക്കാം, ഉൾഭാഗം കട്ട് ചെയ്ത് വെച്ചേക്കണുണ്ടോ. അപ്പോൾ അതിൻ്റെ സീഡ് കണ്ടാൽ, വിത്ത് കണ്ടാൽ നമുക്കത് പാഷൻ ഫ്രൂട്ടിൻ്റെ വിത്ത് പോലെയാണ് അത് തോന്നുക. അത് മാത്രമല്ല, അല്ലാതെ നമ്മൾ കട്ട് ചെയ്ത ഒരു കിവിയുടെ ഒരു ഉൾഭാഗം പോലെയും തോന്നാറുണ്ട്. ടേസ്റ്റ് ചെറിയൊരു പുളി രസത്തോടു കൂടിയ ഒരു ടേസ്റ്റാണ്. ഇത് സ്കിന്നോടുകൂടെ കഴിക്കാം, പക്ഷേ സ്കിന്ന് കയപ്പാണ്. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തക്കാളി എന്ന് പറഞ്ഞെങ്കിലും അത് അകത്ത് കാണുമ്പോൾ തക്കാളിയുടെ ആ ഒരു പ്രകൃതി അല്ല കട്ട് ചെയ്തപ്പോൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാന്തല്ലൂർ, മറയൂർ പ്രദേശങ്ങളിൽ നമുക്ക് 1 ടണ്ണിനടുത്ത് വരെ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിന് പ്രാദേശികമായിട്ട് ആ ഏരിയകളിൽ ഇതിനെ ചീമ കത്തിരി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ വിളവ് ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇവ സുലഭമായി ലഭിക്കുന്നത്. 15 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയിൽ നിന്ന് 20 കിലോഗ്രാം വരെ വിളവ് ലഭിക്കാറുണ്ട്. പഴത്തിനുള്ളിലെ വിത്തിൽ നിന്നുള്ള തൈ വളർച്ചയാണ് കൃഷി ആരംഭിക്കുന്നത്. 4 വർഷത്തിൽ വിളവ് ലഭിച്ചു തുടങ്ങും. ഇതിന് ഇട്ടുകൊടുക്കുന്ന നല്ല വളം, ചാണകം മാത്രമാണ് അതിന് വളമായി നൽകാറുള്ളത്. ഈ ഓരോ തൈ നടുമ്പോഴും 10 അടി അകലത്തിലിട്ടാണ് നടേണ്ടത്. വൈറ്റമിൻ എയും അയണൊക്കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ലഭ്യമല്ലാത്തത് തന്നെ അതിന് കാരണം വിദേശ രാജ്യങ്ങളിലോട്ട് കയറ്റി അയക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അവിടെ തോട്ടത്തിൽ ഡയറക്റ്റായിട്ട് വിസിറ്റിന് വിനോദസഞ്ചാരികൾ പോകുമ്പോൾ മാത്രമാണ് അവർക്ക് ആ തോട്ടത്തിൽ നിന്ന് ഇത് മേടിക്കാൻ കഴിയുന്നത്. ഇതിന് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതിൽ വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പം ഹൈ പൊട്ടാസ്യം, അതായത് ധാരാളം വലിയ അളവിൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ, രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുകയും അത് കാർഡിയോവാസ്കുലർ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ കണ്ടൻറ്റ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ, അതായത് ദഹന സംബന്ധമായിട്ട് പ്രശ്നങ്ങളെ പരിഹരിക്കുകയും മലബന്ധം അങ്ങനെയുള്ളതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിലെ വൈറ്റമിൻസ് നമ്മുടെ ബോഡിക്ക് നല്ല സ്ട്രെങ്തൻ തരുന്നു. ഇൻഫെക്ഷനിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതിൽ നമ്മുടെ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിനെ, അതായത് അന്ധത, അതിനെയും പ്രിവെൻറ്റ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഉള്ളതുകൊണ്ട് നമ്മുടെ പ്രായം ആകുന്നത് ആൻറ്റി ഏജിങ് പ്രോസസ്സിനെ തടയും എന്നല്ല, അതിന് ലോയാക്കും. അതുപോലെ തന്നെ ഈ ഫ്രൂട്ട് നമ്മുടെ ബ്ലഡ് ഷുഗറിനെയൊക്കെ കൺട്രോൾ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിൽ വൈറ്റമിൻ സി, എ, സി, ഇ, അതുപോലെ തന്നെ ബി കോംപ്ലക്സ് ആയ റിബോഫ്ലേവിനും നിയാസിനും അടങ്ങിയിട്ടുണ്ട്. മിനറൽസ് പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, അയൺ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഫൈബർ നമ്മുടെ ഓവറായിട്ടുള്ള ഗട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻസ്, ഫ്ലവനോയിഡ്സ് ആൻഡ് കരോട്ടിനോയിഡ്സ് നമ്മുടെ സെൽ ഡാമേജിൽ നമ്മളെ രക്ഷിക്കുന്നു.